പറവൂർ നഗരസഭ 22-ാം വാർഡിൽ 22-ാം നമ്പർ അങ്കണവാടിയിൽ നിന്ന് വിരമിക്കുന്ന PM ശോഭനയ്ക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ രാഗൻ ടീച്ചർ പറഞ്ഞതും സുഖിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ കൗൺസിലറായിട്ട് നേരത്തെ ഈ വാർഡിലെ കൗൺസിലറായിരുന്നു. വീണ്ടും ജയിച്ച് അപ്പോഴും ചെയർമാനായിരുന്നു, ഇപ്പോഴും ചെയർമാനായിരുന്നു. അപ്പം നമുക്ക് യാതൊരുവിധ ആശങ്കയ്ക്കും ഇടവരുത്താതെ ഈ അംഗൻവാടി നല്ല ഭംഗിയായി കൊണ്ടു നടന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചാണ് നമ്മുടെ ശോഭന. നമുക്ക് നേരത്തെ സൂചന പറഞ്ഞ പോലെ അതുപോലെ തന്നെ രാഗൻ ടീച്ചറും നമുക്ക് എടുത്തു പറയത്തക്ക ഒരു വ്യക്തിത്വമാണ്. വളരെ നന്നായി തന്നെ ഇവർ രണ്ടുപേരും കൂടിയാണ്. പലപ്പോഴും ഞാൻ വരുമ്പോഴൊക്കെ ടീച്ചർ എത്തുന്നതിന് മുമ്പ് തന്നെ ശോഭന ഇവിടെ വന്ന് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും ചിരിക്കുന്ന മുഖത്തോടെയാണ് നമ്മുടെ അംഗൻവാടിയിൽ വന്ന് നമ്മുടെ മക്കളെ എതിരേക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അംഗൻവാടിയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ എന്തോരം നമ്മൾ വിഷമിച്ചിട്ടാണ് കുട്ടികൾ ഇത്രയും നാളും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും കൂടെ നിന്നൊരു കൊച്ചിനെ തിരിച്ചൊരു ആദ്യത്തെ മാറ്റമാണ്, അമ്മയുടെ അച്ഛൻ്റെ നിന്ന് ആദ്യമത്തെ മാറ്റമാണ് നമ്മൾ അംഗൻവാടിയിലേക്ക് ആക്കുന്നത്. അപ്പം അംഗൻവാടിയിൽ ആക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ കുട്ടികളെ സ്വീകരിച്ച് ഇവരെ കൊണ്ടു നടക്കുന്നത്. അപ്പം അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടുകളിൽ നിന്ന് പോലും ഭക്ഷണം ഉണ്ടാക്കി, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ കൊടുത്തില്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം വരെ ഉണ്ടാക്കി കൊടുത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി തന്നെയാണ് കുട്ടികളെ, സ്നേഹത്തോടു കൂടി തന്നെയാണ് കുട്ടികളെ നോക്കുന്നത്. ഇപ്പം 26 വർഷത്തെ സർവീസാണ്. ഔദ്യോഗികമായി 20 വർഷമുള്ളൂ. 6 വർഷം അതിനു മുമ്പ് ഹെൽപ്പറായിട്ട് തന്നെ നമ്മുടെ ഇവിടെ വയ്ക്കുന്ന, ഔദ്യോഗികമായിട്ട് 20 വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഇന്നലെ അടുത്ത ദിവസം വിരമിക്കുമ്പോൾ നമുക്ക് വളരെ വലിയൊരു നഷ്ടമാണ്. ഇപ്പം നാളെ ഞാൻ ടീച്ചർക്ക് വെച്ചോളൂ, ഇനി അടുത്ത ദിവസമൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? പുതിയ ആളെയൊക്കെ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം 4-ാം തീയതി കഴിഞ്ഞിട്ടേ വരുള്ളൂ. ടീച്ചർ ശരിക്കും പറയുകയാണെങ്കിൽ ടീച്ചർക്ക് ഹസ്ബൻഡിന് സുഖമില്ലാണ്ടിരുന്നപ്പോഴും ഒക്കെ ഫുൾ ടൈം സേവനവും ഒരു കുറവുമില്ലാണ്ട് നടത്തിയതാണ് ശോഭന. അപ്പൊ അത് നമുക്കൊരു ഗുണമാണ്, ഒരു ജനപ്രതിനിധിയിൽ ഞങ്ങൾക്കും വളരെ ഗുണകരമായ ഒന്നാണ്. അപ്പൊ അതേപോലെ പകരം വയ്ക്കാനായിട്ട് നമുക്കൊരാളില്ലാത്ത പോലെ ആയിട്ട് പോയി മാറാണ് അടുത്ത ദിവസം പോലെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥന, തൊട്ടുമുറ്റത്താണ്, എല്ലാ ദിവസവും ഇവിടെ വരണം, ഇവിടെ വരാതിരിക്കരുത്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ചിലവര് റിട്ടയറായി പോകുമ്പോ എന്താ പറയുക വരുമാനമില്ല, വീട്ടിലൊക്കെ മക്കളൊക്കെ നല്ല നിലയിലാണ്, വളരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സന്തോഷത്തോടി ഓടി നമ്മുടെ അംഗൻവാടിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു, ബാക്കി ആൾക്കാരെ പോലെയല്ല, വളരെ നല്ല ഒരു കുടുംബജീവിതവും നല്ലൊരു ജീവിതവും ഉണ്ട്. വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, വലിയ അല്ലലില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പൊ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഒരു അന്യനായിട്ടല്ല, നമ്മുടെ വെൽഫെയർ കമ്മിറ്റി അംഗം പോലെ തന്നെ അംഗമാക്കി മാറ്റി ഞങ്ങൾ ഇനി അടുത്ത ദിവസം. കേട്ടോ ടീച്ചറെ, അടുത്ത ദിവസം നമ്മൾ പുതിയ വെൽഫെയർ കമ്മിറ്റി അംഗമാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടത്. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ അംഗൻവാടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കാലത്തെ കുളിച്ചിങ്ങോട്ട് പോരാ, ആ ചിരിക്കുന്ന മുഖമായിട്ട് തന്നെ ഇങ്ങോട്ട് പോന്നേക്കണം, വേറെ ഒരു കുറവും വരുത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യാത്രയയപ്പ് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.